അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഏത് ആഗ്രഹങ്ങളും സഫലമാകാനുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അത് നിയ്യത്ത് ചെയ്തുകൊണ്ട് സുബഹ് നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ശേഷം ഒരു കൃത്യമായ എണ്ണം പതിവാക്കി കഴിഞ്ഞാൽ നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു തരും. ഈ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു തരട്ടെ. എല്ലാ ദിവസവും സുബഹ് നിസ്കാരം കഴിഞ്ഞ് എന്താണോ നമ്മുടെ ആഗ്രഹം, വീടാണോ, കടങ്ങൾ വീടലാണോ, മക്കൾ നന്നാവലാണോ, മക്കളുടെ കല്യാണമാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ നേടലാണോ, ഈ ആഗ്രഹം മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് 11 തവണ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 11 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലേണ്ടത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നാം പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും. മനസ്സിൽ ആത്മാർത്ഥമായ ഒരു ഇഖ്ലാസും അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയുമാണ് വേണ്ടത്. ആദ്യം സ്വലാത്ത് ചൊല്ലുക. 11 തവണ സ്വലാത്ത് ചൊല്ലി 11 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി. നമുക്ക് എത്ര തവണയാണോ ഈ പ്രാർത്ഥന പറയാൻ കഴിയുന്നത്, 7 തവണയാണെങ്കിൽ അങ്ങനെ, 11 ആണെങ്കിൽ അങ്ങനെ, 33 ആണെങ്കിൽ അങ്ങനെ, ഒരു കൃത്യമായ എണ്ണം പിടിച്ച് സുബഹ് നിസ്കാരത്തിൻ്റെ ശേഷവും മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് അള്ളാഹു സഫലീകരിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിൽ തുറന്നു തരും. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.